പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. സങ്കീർത്തനങ്ങൾ 28 2-ാം വാക്യം. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തെങ്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നാം കേൾക്കുന്നത്. സങ്കീർത്തനക്കാരൻ 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു യഹോവേ, എൻ്റെ പാറയാണ് നീ കേൾക്കാതിരിക്കരുതേ എന്ന് പറയുന്നു. അപ്പോൾ തൻ്റെ യാചനയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ വളരെ അർത്ഥവത്തായിട്ടും കൃത്യമായിട്ടും പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തോട് പറയണം. ദൈവത്തിനെല്ലാം അറിയാം. എന്നാൽ അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഒരപ്പനോട് മകൻ പറയുന്നത് പോലെ പറഞ്ഞിരിക്കണം. ഇവിടെ ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ അന്തർമന്ദിരത്തെങ്കിലേക്ക് ഉയർത്തി. അതായത് നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൈകൾ ശൂന്യമായിരിക്കുന്നു. ദൈവമേ, എൻ്റെ കൈകൾ ശൂന്യമായിരിക്കുന്നു, എൻ്റെ കൈകൾ സഹായം അഭ്യർത്ഥിക്കുന്നു, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നിലും ബലവാനായിരിക്കുന്ന അങ്ങയിലേക്ക് എൻ്റെ കൈകൾ നീട്ടുകയാണെന്ന് പറയുമ്പോൾ, അങ്ങനെ ഉയർത്തി നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനയുള്ള ശബ്ദം കേൾക്കണമേ എന്ന് ഈ സങ്കീർത്തനക്കാരൻ ഉറപ്പിച്ച് പറയുമ്പോൾ എന്തൊരു ധൈര്യത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കുന്ന ദൈവം എനിക്കുണ്ട്. ഞാൻ നിലവിളിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കുന്ന ദൈവം എനിക്കുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ വിശുദ്ധ അന്തർമന്ദിരത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ നിലവിളി അവിടുന്ന് കേട്ട് യാചനകളുടെ ശബ്ദം കേൾക്കണമേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.